ഹലോ ഓൾ, കഴിഞ്ഞ ദിവസം നമ്മുടെ എല്ലാവരുടെയും അഭിമാനം ഉയർത്തിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഏറെ സന്തോഷം നൽകിക്കൊണ്ട് ചന്ദ്രയാൻ-3 മിഷൻ ചന്ദ്രനിലോട്ട് പുറപ്പെട്ടു അല്ലേ. ഇത്തവണ ഏറെ വ്യത്യസ്തമാണ്. ചന്ദ്രനിൽ ഇറങ്ങി അവിടുന്ന് സാമ്പിൾസ് ശേഖരിച്ച് അവിടെ ചില എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ചന്ദ്രയാൻ-3 പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സ്പേസ് എക്സ്പ്ലോറേഷൻ ഹിസ്റ്ററി തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകളിലൊന്നാണ് ചന്ദ്രയാൻ-3. എന്നാൽ ഇത് കുറേ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, 615 കോടി രൂപയൊക്കെ മുടക്കി ഇത്ര വലിയൊരു എക്സ്പ്ലോറേഷൻ നടത്തേണ്ടതുണ്ടോ? ആ പണം കൊണ്ട് എന്തൊക്കെ ചെയ്യാം എന്ന് മാത്രമല്ല, ഈ ചന്ദ്രൻ എന്നുള്ളതൊക്കെ 50 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു മനുഷ്യനെ ഇറങ്ങിയിട്ടുണ്ട് എന്നിരിക്കെ 50 വർഷങ്ങൾക്കപ്പുറം ഒരു പേടകം അങ്ങോട്ട് വിടുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത് എന്നെല്ലാം പല ആളുകളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ളൊരു റെസ്പോൺസാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടുന്നൊരു വീഡിയോ ആണ്. സോ മിസ്സാക്കാതെ മുഴുവനും കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മിഷൻ എന്നുള്ളത് എന്തുകൊണ്ട് ആയിരിക്കും ഒരു മനുഷ്യനെ അങ്ങോട്ട് വിടാത്തത്? മനുഷ്യനെ അങ്ങോട്ട് വിടാത്തത് എന്ന് വെച്ചാൽ അത് ഹൈലി റിസ്ക്കിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഒരു മനുഷ്യൻ അവിടെ ചെന്നിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. അവിടെ ചെന്നിട്ട് ഒരു മനുഷ്യന് ചെയ്യാവുന്നതിനേക്കാളും എത്രയോ അധികം കാര്യങ്ങൾ ഒരു മെഷീനെ കൊണ്ട്, ഒരു റോവറിനെ കൊണ്ട്, റോബോട്ടിനെ കൊണ്ട് നമുക്ക് ഇന്ന് ചെയ്യിക്കാൻ പറ്റും. ഒരു ശൈത്യ യുദ്ധകാലത്ത് കോൾഡ് വാറിൻ്റെ സമയത്ത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ആ ഒരു ഫൈറ്റിൻ്റെ സമയത്താണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, സ്പേസ് എക്സ്പ്ലോറേഷൻ അത്രത്തോളം ഇവോൾവ് ചെയ്തത്. അന്ന് മനുഷ്യനെയും മറ്റ് ജീവജാലങ്ങളൊക്കെ അങ്ങോട്ട് അയച്ചിരുന്നെങ്കിൽ ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. ഒരു മനുഷ്യൻ്റെ ജീവൻ വെച്ച് ഇന്ന് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് മനുഷ്യനെ വിടാത്തത്. അതിൻ്റെ ആവശ്യം ഒരു അവിടുത്തെ ഒരു സർഫസിൽ പഠിക്കാൻ വേണ്ടിയില്ല. അത് ഹൈലി റിസ്ക്കിയാണ്. എന്തൊക്കെയായാലും റിസ്ക് എലമെൻ്റ് അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എന്താ ചന്ദ്രനിൽ പോയിട്ട് കാര്യം, എന്താ ചൊവ്വയിൽ പോയിട്ട് കാര്യം, അവിടേക്ക് അത് ഇതൊക്കെ വിട്ടിട്ട് എന്താ കാര്യം? നമ്മളിന്ന് ഉപയോഗിക്കുന്ന പല ടെക്നോളജികളും ഡെവലപ്പ് ചെയ്ത് വന്നത് ആക്ച്വലി സ്പേസ് എക്സ്പ്ലോറേഷൻ കൂടിയാണ്. സ്പേസ് എക്സ്പ്ലോറേഷനിൽ നമ്മൾ ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഒരുപക്ഷെ ചന്ദ്രയാൻ-3 ഉപയോഗിച്ചിരിക്കുന്ന പല ടെക്നോളജിയും ഒരു 5 വർഷത്തിന് ശേഷം 10 വർഷത്തിന് ശേഷം നമ്മുടെ വീട്ടിലെത്തും. അതെന്താ അങ്ങനെ? പല എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ സോളാർ സെൽസ് വാൻഗാർഡ് എന്നുള്ള സാറ്റലൈറ്റിൽ അതിൻ്റെ റേഡിയോ ഡിവൈസസിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ സോളാർ സെൽസ് നമ്മുടെ വീട്ടിലധികം നമ്മൾ റിന്യൂവബിൾ എനർജി സോഴ്സായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഇതുപോലത്തെ ഒരുപാട് എക്സാമ്പിൾസ്. സ്ക്രാച്ച് റെസിസ്റ്റൻറ്റ് ലെൻസ് എന്നുള്ളത് ഈ സ്പേസ് സ്യൂട്ടിലാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഇന്ന് നമ്മുടെ കണ്ണടകളിൽ, സൺഗ്ലാസസിലൊക്കെ സ്ക്രാച്ച് റെസിസ്റ്റൻസ് മിറേഴ്സ് അല്ലെങ്കിൽ ഗ്ലാസസ് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മെമ്മറി ഫോം, നമ്മുടെ തലയണമെന്ന് വാങ്ങുമ്പോൾ മെമ്മറി ഫോം തലയണകൾക്ക് കുറച്ച് വില കൂടുതലാണ് അല്ലേ. ഈ മെമ്മറി ഫോം തലയണകൾ ആക്ച്വലി ലോഞ്ചിങ്ങിൻ്റെ സമയത്തും ലാൻഡിങ്ങിൻ്റെ സമയത്തും ഒരു ആസ്ട്രോനോട്ടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് ഒരു ഹാർഷ് എൻവയോൺമെൻറ്റിലൂടെ കടന്നു പോകുമ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവരെ സേഫ് ആക്കാനും സെക്യൂർ ആക്കാനും വേണ്ടി കണ്ടുപിടിച്ച നാസ ഡെവലപ്പ് ചെയ്ത ടെക്നോളജിയാണ്. ആ മെമ്മറി ഫോം ഇന്ന് നമ്മൾ വ്യാപകമായി നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള തലയണകളിലുണ്ട്. ഇതുപോലത്തെ ഒരുപാട് ഫ്രോസൺ ഫുഡ്, ഡീപ് ഫ്രീസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, അതേപോലെ തന്നെ ഒരുപാട് ഹെഡ്ലെസ് മൈക്രോഫോൺസ്, LED-കൾ ആദ്യമായി സ്പേസ് ക്രാഫ്റ്റിലെ ഡിസ്പ്ലേസിലും മറ്റുമാണ് ആദ്യമായി വ്യാപകമായി ഉപയോഗിച്ച് തുടങ്ങിയത്. അതിനുശേഷമാണ് അത് ഒരു കോമൺ യൂസേജിലോട്ട് എത്തിയത്. ടെഫ്ലോൺ എന്നുള്ള മെറ്റീരിയൽ 1938 കണ്ടെത്തിയെങ്കിലും വ്യാപകമായി യൂസ് ചെയ്ത് തുടങ്ങിയത് നാസ സ്പേസ് ക്രാഫ്റ്റ് സ്പേസ് ഡിവൈസസിലാണ്. അതിനുശേഷമാണ് ഈ മെറ്റീരിയൽ ഇത്രത്തോളം പോപ്പുലറൈസ് ചെയ്യപ്പെട്ടത്. അത് ഗ്യാസ്കറ്റ്സും മറ്റൊക്കെ സീൽ ചെയ്യാൻ വേണ്ടി, എയർ ടൈറ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ടെഫ്ലോൺ ഉപയോഗിച്ചിരുന്നതെങ്കിൽ അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ നോൺ സ്റ്റിക്ക് കുക്ക് വെയറിൽ ഉപയോഗിക്കുന്നു. റേഡിയേഷൻസ് എന്നുള്ള സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് മെഷേഴ്സ് ഒരു സ്പേസ് സ്യൂട്ടിലും ആസ്ട്രോനോട്ട്സിന് വേണ്ടി നാസ ഡെവലപ്പ് ചെയ്താണ്. ഈവൻ ഇന്ന് നമ്മുടെ മെഡിക്കൽ ഫീൽഡിന് വരെ റേഡിയേഷണൽ ഒരു ഔട്ടർ സ്പേസിലോട്ട് പോകുമ്പോൾ റേഡിയേഷൻ മനുഷ്യനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും ഹോസ്പിറ്റലുകളിലും ഉപയോഗിക്കുന്നത്. ഇന്ന് തുടങ്ങി ഇതൊരു സയൻറ്റിഫിക്കൽ അഡ്വാൻസ്മെൻറ്റ് പ്രോസസ്സാണ്. ഇതൊന്നില്ലെങ്കിൽ പോലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ഭയങ്കര ക്യൂരിയസ് ആണ് അല്ലേ. നമ്മുടെ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, നമ്മൾ എവിടെ നിന്ന് വന്നു, നമ്മുടെ പർപ്പസ് എന്താണ്, ഈ പ്രപഞ്ചത്തിൻ്റെ ഒറിജിൻ എന്താണ്, ജീവൻ്റെ ഒറിജിൻ എന്താണ്, നമ്മുടെ ചുറ്റുമുള്ള ഈ ജീവജാലങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടായി വന്നത്, അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, നമ്മൾ കാണാത്ത അറിയാത്ത കാര്യങ്ങളോട് നമുക്ക് വലിയ താല്പര്യമാണ്. ടൈറ്റാനിക് തേടിയിട്ട് 2 കോടി രൂപ കൊടുത്തിട്ട് ഒരാൾ എക്സ്പ്ലോർ ചെയ്യാൻ പോയെങ്കിൽ അതെന്താണ്, അത് ത്രില്ലാണ്. ആ പൈസ ഉണ്ടായതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാന്നുള്ളതല്ല. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതം വരെ റിസ്ക് ചെയ്ത് പോകാൻ തയ്യാറാവുന്നത് അവൻ്റെ ഉള്ളിലുള്ള അടങ്ങാത്ത ക്യൂരിയോസിറ്റി കൊണ്ടാണ്. ഇതേ കാരണം കൊണ്ടാണ് ആളുകൾ ആമസോൺ വനങ്ങളിൽ പോകുന്നത്, ട്രക്ക് ചെയ്യുന്നത്, ക്യാമ്പ് ചെയ്യുന്നത്, എവറസ്റ്റ് കീഴടക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ മേലെ കയറിയിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടാണോ? അല്ല. അവിടെ ഒരു മെറ്റീരിയൽ ബെനിഫിറ്റ് എന്നുള്ളതിലപ്പുറം അതിലൂടെ എന്താണ് മനുഷ്യൻ്റെ ഒരു എക്സ്പ്ലോറേഷനുള്ള ആ ഒരു വാജ്ഞ, ആ ഒരു ആസ്പിറേഷനാണ് അവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഭൂമിക്കപ്പുറമുള്ള സ്റ്റേഷൻസിനെ കുറിച്ച് നമ്മൾ ഗൗരവമായി ആലോചിച്ച് തുടങ്ങേണ്ട സമയമാണ്. പല ഐലൻഡ്സും ഇല്ലാതാവുന്ന ഗ്ലോബൽ വാർമിംഗ് മൂലം
ജലനിരപ്പ് ഉയർന്ന് സമുദ്രനിരപ്പ് ഉയർന്ന് പല ഐലൻഡ്സും മുങ്ങിപ്പോകുന്ന അവസ്ഥയിലോട്ട് അടുത്ത പതിറ്റാണ്ടുകൾക്കുള്ളിൽ എത്തും എന്ന് പറയപ്പെടുന്നു. ഗ്ലോബൽ വാർമിംഗ് മൂലം നമുക്ക് തന്നെ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനങ്ങൾ, ക്ലൈമറ്റ് ചേഞ്ച്, അതിഭയങ്കരമായ ചൂടും കൊടും മഴയൊക്കെ നമ്മൾ പല സീസൺസിലും നമ്മുടെ ഈ കേരളത്തിൽ പോലും ഒരു മീഡിയൽ ക്ലൈമറ്റ് ഉണ്ടായിരുന്ന കേരളത്തിൽ പോലും എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഭൂമിയല്ലാത്ത ഒരു ഗ്രഹം അല്ലെങ്കിൽ ഒരു ആസ്റ്റിറോയിഡ്, ഒരു ഉപഗ്രഹം എന്തെങ്കിലുമൊക്കെ മനുഷ്യൻ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് ഗോയിങ് ഫോർവേഡ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ലൂണാർ സർഫേഴ്സ്, എങ്ങനെയാണ് അവിടെ ഒരു വാസം സാധ്യമാവുന്നുണ്ടോ, അവിടെ സൗത്ത് പോളിലാണ് ഇപ്പോൾ ചന്ദ്രയാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്, അവിടെ ഐസ് ഉണ്ടോ അല്ലെങ്കിൽ വാട്ടർ എന്തെങ്കിലും ഫോമിൽ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ അധികം എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത ഏരിയയാണ്. മനുഷ്യൻ ഇത്രയധികം സ്പേസിനെ കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിലും ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ അൺഎക്സ്പ്ലോർഡ് ആയിട്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ ഇതിലോട്ടുള്ള വാതിൽ തുറക്കുക എന്നുള്ളതാണ് ഈ സ്പേസ് എക്സ്പ്ലോറേഷൻസിനോട് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആദ്യം നമ്മുടെ അടുത്തുള്ള ചന്ദ്രനിലോട്ട് പോയാലാണ് പിന്നീട് ചൊവ്വയിലോട്ടും മറ്റ് ആസ്റ്ററോയിഡ്സിലോട്ടും അതിന് ബിയോണ്ട് ആയിട്ടുള്ള പ്ലാനറ്റ്സിലോട്ടും ഒരു പ്ലാനറ്ററി അല്ലെങ്കിൽ ഇന്റർ ഗാലക്സി ട്രാവലൊക്കെ നമുക്ക് ആലോചിക്കാൻ കഴിയുക, അല്ലേ? അപ്പോൾ ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. ഇന്ത്യ എന്നുള്ള രാജ്യം നമ്മൾ നോക്കുമ്പോൾ ഒരു ഗ്ലോബൽ പവേഴ്സിലൊന്നാണ്. ആ ഗ്ലോബൽ പവേഴ്സായിട്ട് തന്നെ അതിനെ അസേർട്ടൻ ചെയ്യുന്നൊരു കാര്യമാണ് എന്ത്, സ്പേസിൽ എത്രത്തോളം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് 3-4 രാജ്യങ്ങൾ മാത്രമേ ചന്ദ്രനിലൊരു പേടകത്തെ ഇറക്കിയിട്ടുള്ളൂ. അങ്ങനെ ഇറക്കാൻ പോകുന്ന 4-മോ 5-മോ രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത്, വിച്ച് അസേർട്ടൻസ് ദാറ്റ് ഇന്ത്യ ഈസ് എ ഗ്ലോബൽ പവർ, അല്ലേ? ഇങ്ങനത്തെ ഒരുപാട് കാരണങ്ങളുണ്ട്. എന്ന് മാത്രമല്ല നമ്മുടെ ഒരു സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സയൻറ്റിഫിക് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ആണ്. നമുക്ക് ഒരുപാട് എക്കണോമിയെ ഡ്രൈവ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട്, ഒരുപാട് കമ്പനീസ് ഇതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് എഞ്ചിനീയേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, എക്കണോമിക് ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. ഭാവിയിൽ സ്പേസ് ടൂറിസത്തിൻ്റെ സാധ്യതകളെല്ലാം ഇത്തരം കാര്യങ്ങളിലൂടെയാണ് നമ്മൾ പഠിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്പേസ് എക്കോസിസ്റ്റം ഉണ്ടാവുക എന്നുള്ളത് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഈവൻ സ്പേസ് ടൂറിസം ഒക്കെ ഭാവിയിൽ വലിയ സാധ്യതകളായിരിക്കും. നമ്മൾ ഊട്ടി പോകുന്നതോ അല്ലെങ്കിൽ നമ്മൾ വയനാട് പോകുന്നതോ അല്ലെങ്കിൽ നമ്മൾ മൂന്നാറിലോ മണാലിയിലോ ഒക്കെ പോകുന്നതിന് പകരം നമ്മളൊരു സ്പേസ് ഷിപ്പിൽ പോയി തിരിച്ചു വരിക എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അല്ലേ? അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമല്ലേ? ഇപ്പോൾ ഇലോൺ മസ്ക് സ്പേസ് എക്സിലൂടെ സാധാരണ റോക്കറ്റ് അങ്ങോട്ട് പോയാൽ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരാനുള്ള ടെക്നോളജി നമുക്കില്ലായിരുന്നു. സ്പേസ് എക്സ് ആദ്യമായിട്ട് റോക്കറ്റ് അങ്ങോട്ട് പോയി അതേ റോക്കറ്റ് തിരിച്ചു വന്നു, അല്ലേ? അതോട് കൂടിയിട്ട് സ്പേസ് ടൂറിസം എന്നുള്ള വലിയൊരു ഏരിയയാണ് തുറക്കുന്നത്, അല്ലേ? സ്പേസിലോട്ട് പോയി ആ ഒരു സ്പേസിൽ നിന്നുകൊണ്ട് ഒരു മൂണിനെയോ അല്ലെങ്കിൽ ചൊവ്വയെയോ ഒക്കെ കാണുന്ന ആ ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഫ്യൂച്ചർ അതാണ്. ഫ്യൂച്ചർ എന്നുള്ളത് കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു ഫോൺ ഉണ്ടാവുമെന്നും ഈ ഫോണിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിൽ സിനിമ കാണാൻ പറ്റും, ഇതിൽ ക്രിക്കറ്റ് കാണാൻ പറ്റും, ഫുട്ബോൾ കാണാൻ പറ്റും, എന്തും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, നമ്മുടെ കമ്പ്യൂട്ടേഴ്സിനേക്കാളും പവർഫുൾ ആയിരിക്കും ഈ ഫോണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനെന്തോ ഭ്രാന്ത് പറയുകയാണ് എന്നായിരിക്കും നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ടാവുക, അല്ലേ? പക്ഷേ 10 വർഷത്തിനപ്പുറം നമ്മുടെ ലൈഫിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ട് ഈ സ്മാർട്ട് ഫോൺ മാറിക്കഴിഞ്ഞു. 15 വർഷങ്ങൾക്ക് മുമ്പ് ഐഫോൺ എന്നുള്ളൊരു കൺസെപ്റ്റ് സ്റ്റീവ് ജോബ്സ് കൊണ്ടുവരുന്നതിന് മുമ്പ് ഇങ്ങനത്തെ ഒരു ഫോൺ ഉണ്ടാവുന്നത് പോലും നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമായിരുന്നില്ല. ഞാൻ സംസാരിക്കുന്ന കുട്ടികളോട് പറയാറുള്ളത്, മക്കളെ, നിങ്ങളൊക്കെ വളർന്നു വരുന്ന ലോകത്ത് ഒരു 2040s 50s ഒക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ നിങ്ങളൊരു പക്ഷേ ജീവിക്കുന്നത് വല്ല ചൊവ്വയിലോ അല്ലെങ്കിൽ ആസ്റ്ററോയിഡ് ബെൽറ്റിലെ ഏതെങ്കിലും ഒരു ആസ്റ്ററോയിഡൊക്കെ ആയിരിക്കും. അവിടെ നിന്ന്, അവിടുത്തെ കോളനിയിൽ നിന്ന് ഒരു ശനിയും ഞായറും ഒരു ടൂറിസ്റ്റ് ആയിക്കൊണ്ട് നിങ്ങൾ ഭൂമിയിലോട്ട്, സ്പേസ് ടൂറിസ്റ്റ് അല്ല, നമ്മൾ എന്താണ് ഭൂമിയിൽ ടൂറിസ്റ്റ് ആയിക്കൊണ്ട് വന്ന് നിങ്ങളുടെ അച്ഛനെയും അമ്മയൊക്കെ കാണുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെ സംഭവിക്കും. ഇതൊന്നും സംഭവിക്കാത്തൊരു കാര്യമല്ല, ഇതൊക്കെ ഡെഫിനറ്റ്ലി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഇത് പറയുമ്പോൾ ഇതൊന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് തോന്നാമെങ്കിലും ഇങ്ങനത്തെ ഫോൺസും ഇങ്ങനത്തെ ഡിവൈസസും ഇത്തരം എക്സ്പ്ലോറേഷൻസ് ഒക്കെ ഉണ്ടായി വന്നെങ്കിൽ ടെക്നോളജി എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്തത്ര വേഗത്തിലാണ് കുതിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതിലെ ഒരു ഡെഫിനറ്റ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം Chandrayan-3 എന്നുള്ള മിഷൻ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, വേൾഡ് എഞ്ചിനീയറിംഗ് കമ്മ്യൂണിറ്റിയെ, വേൾഡ് ഒരു സ്റ്റെം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇതുകൊണ്ട് സാധാരണക്കാരൻ എന്താ ഗുണം, ഇതുകൊണ്ട് പട്ടിണി മാറോ, ഇതുകൊണ്ട് പാവങ്ങളുടെ വിശപ്പ് മാറുമോ എന്ന് ചോദിക്കുന്നതിൽ തന്നെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക ഈ പല കാരണങ്ങൾ കൊണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.